മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കുറച്ചു നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം എങ്ങനെയുണ്ടായിരുന്നു ടോമേ? റിസൾട്ട് വന്നോ? ആ, എത്ര മാർക്ക് ഉണ്ട്? പാസ്സായി. ഓക്കെ. എത്ര മാർക്ക് ഉണ്ട് ടോമിന്? എത്രയുണ്ട്? 69. കുഴപ്പമില്ലല്ലോ. ആ, 100 മേലെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. 90 മേലെ ഉണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ ഓക്കെ. എന്ത് പറ്റി ക്രിസ്റ്റീന മാർക്ക് കുറവായി പോയത്? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മള് തേർഡ് മൊഡ്യൂളിലോട്ട് കിടന്നല്ലേ. എടുക്കാൻ പോണ ചാപ്റ്റർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? പ്രിന്റ് ഔട്ട് ഉണ്ടോ? തേർഡും ഫോർത്തും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ PDF ആയിട്ട് എടുത്തു വെക്കണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്താ? എന്തായിരുന്നു മാർക്കറ്റിംഗ്? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. വ്യാപാരം, വാണിജ്യം. ഓക്കെ. ആരൊക്കെ തമ്മിലുള്ള ബിസിനസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ആണ്? ആരൊക്കെ ഉണ്ടാവും മാർക്കറ്റിംഗില്? കൺസ്യൂമറും പ്രൊഡ്യൂസറും അല്ലെ. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയും അവരിൽ നിന്ന് കസ്റ്റമേഴ്സ് അല്ലെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കുന്നു. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണെന്ന് പറയാം അല്ലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നോക്കിയേ, 3 ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം, ചിലപ്പോ ചോദിക്കാം ക്വസ്റ്റ്യൻ. നോക്കട്ടോ. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? It is a performance of business activities that manage the flow of goods and services from the producer to the consumer or user. ആരാ പ്രൊഡ്യൂസർ? ആരായിരുന്നു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല്? നിർമ്മാതാവ്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിർമ്മാതാവ് അല്ലെ. ഗുഡ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാനുഫാക്ചറർ, അല്ലെങ്കിൽ എന്താണ് നിർമ്മിക്കുന്ന ആൾ അല്ലെങ്കിൽ നിർമ്മാതാവ്. ഓക്കെ. ഇനി എന്താണ് കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ അല്ലെങ്കിൽ യൂസർ? ആരായിരിക്കും കൺസ്യൂമർ? ആരായിരിക്കും? ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി. അവരെയാണ് നമ്മള് കൺസ്യൂമർ, കസ്റ്റമർ, യൂസർ എന്ന് പറയുന്നത്. 3 പേരിൽ പറയൂ കേട്ടോ. എന്താണ്? ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ ഉപഭോക്താവ്, അല്ലെങ്കിൽ എന്താണ് യൂസർ എന്താണ് ഉപയോഗിക്കുന്ന വ്യക്തി എന്ന് കൂടി പറയുന്നത്. 3 പേരില് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമറെ പറയുന്നുണ്ട് കേട്ടോ. കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്, യൂസർ എന്ന് പറയുന്നുണ്ട്, കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോ ഇവിടെ ഫസ്റ്റ് ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നിർമ്മാതാവിൽ നിന്ന്, പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറുടെ കയ്യിലെത്തുന്ന ആ ഫ്ലോ ഉണ്ടല്ലോ, കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റി ആണ് എന്ത്? മാർക്കറ്റിംഗ്. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത് കേട്ടോ. അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. എന്താണ്? പ്രൊഡ്യൂസർ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ്
ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കൺസ്യൂമറുടെ കയ്യിൽ എത്തുന്ന ആ ഫ്ലോ അത് മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ? എന്താ പറയുന്നത്? പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസറിലേക്ക് എത്തുന്ന ആ ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേജ് നമ്പർ അറിയില്ല കേട്ടോ മിസ്സിന്. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും കേട്ടോ. മിസ്സിന്റെ അടുത്ത് പേജ് നമ്പർ ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ പറയട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്നും കൂടി പറയണോ? എന്താണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ? ആരാണ് പ്രൊഡ്യൂസർ? നിർമ്മാതാവ് അല്ലെ? സാധനങ്ങള് ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന വ്യക്തിനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ, യൂസർ, ഇവരാരാ? സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി. 3 രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ചിലവിടത്ത് കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്, ചിലവിടത്ത് കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്, ചിലവിടത്ത് യൂസർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 പേരില് എന്തെങ്കിലും ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ആരാണ് കസ്റ്റമർ, ആരാണ് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഉപഭോക്താവ്. അദ്ദേഹത്തിനെ പറയുന്നത് 3 രീതിയിൽ പറയുന്നുണ്ട്: കൺസ്യൂമർ, കസ്റ്റമർ, യൂസർ. ഇത്രയും വരെ മനസ്സിലായോ? ഇനി നോക്കിയേ, പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ആ ഫ്ലോ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് ഡെഫിനിഷൻ നോക്കിക്കോളൂ കേട്ടോ. സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ development and systematic distribution of the goods and services for selected consumer segment. എന്താണ് selected consumer segment എന്ന് പറഞ്ഞാൽ? എന്താണ് ഫസ്റ്റ് ഡെഫിനിഷൻ ആണോ സൗമ്യ പറയേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, എന്താ പറഞ്ഞത്? നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ആ ഫ്ലോ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഇനി എന്താണ് സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് അല്ലെ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗം. അതിനെയാണ് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗം. ഇപ്പൊ നമ്മൾ എന്താണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് പനിയുടെ സിറപ്പായിട്ടല്ലേ കൊടുക്കാറ്? പാരസിറ്റമോളിന്റെ സിറപ്പ് അല്ലേ? അപ്പൊ വലിയ ആൾക്കാർക്ക് എന്താ കൊടുക്കാറ്? ചെറിയ കുട്ടികൾക്ക് പാരസെറ്റമോളിന്റെ പനിക്കായിട്ട് പാരസെറ്റമോളിന്റെ സിറപ്പ് കൊടുക്കും. അപ്പൊ അഡൽറ്റിന് എന്താ കൊടുക്കാറ്? പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ്സ് അല്ലെ? ഗുളിക, ഡോളോ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്, ടാബ്ലറ്റ്സ് ആണ് വലിയ ആൾക്കാർക്ക് കൊടുക്കാറ്. അപ്പൊ ചെറിയ കുട്ടികള് സെലക്റ്റഡ് ആയിട്ടുള്ള കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗം. ചെറിയ കുട്ടികളെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ചെറിയ കുട്ടികൾക്കുള്ള പനിയുടെ സിറപ്പ് ഉണ്ടാക്കുന്നത്. അതുപോലെ എന്താണ് വേറൊരു വിഭാഗക്കാരാണെന്ത്? അഡൽട്സ് അല്ലെ? അഡൽട്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് പനിയുടെ എന്ത് ചെയ്യുന്നുണ്ട്? പനിയുടെ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. കിട്ടിയോ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് മനസ്സിലായോ? ഓരോ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് രീതിയിലുള്ള മരുന്നുകളാണ് അവരുണ്ടാക്കുന്നത്. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗം. മനസ്സിലായോ? തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗക്കാരുടെ കാര്യം മനസ്സിലായോ? എന്താണ് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ എന്തുണ്ടാക്കുന്നുണ്ട്? പാരസെറ്റമോളിന്റെ സിറപ്പാണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് എന്താണ്? ടാബ്ലറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ? ഡോളോ പോലുള്ള ടാബ്ലറ്റ്സ് ആണ് പനിക്ക് വേണ്ടി അവർ നിർമ്മിക്കുന്നത്.
അപ്പോ അവിടെ സെലക്ടഡ് ഉപഭോക്തൃ വിഭാഗക്കാരാരാണ്? ചെറിയ കുട്ടികള് അല്ലെങ്കിൽ എന്താണ് വലിയവര്, അങ്ങനെയുള്ള ആ വേർതിരിവുണ്ടല്ലോ. ഗ്രൂപ്പ് ഓഫ് ടീംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, അതാണ് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗക്കാര്. മനസ്സിലായോ? അത് കൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പൊ മിസ് പറഞ്ഞ കാര്യം മനസ്സിലായോ? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിയേ. അപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് വ്യവസ്ഥാപിതമായിട്ടുള്ളതും, വ്യവസ്ഥാപിതമായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസ്ഥാപിതമായ. എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വ്യവസ്ഥാപിതമായതും സിസ്റ്റമാറ്റിക് ആയതും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷനെയും മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? എന്താണ്? ഓരോ വിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഓരോ പ്രൊഡക്റ്റും ഇറക്കുന്നത് അല്ലെ. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പാരസിറ്റമോളിന്റെ സിറപ്പാണ് അവർ നിർമ്മിക്കുന്നത്. അതുപോലെ വലിയ ആൾക്കാർക്കാണെങ്കിൽ എന്താണ്? പാരസിറ്റമോളിന്റെ ഗുളികകളാണ് അവരെ നിർമ്മിക്കുന്നത്. അതാണ് സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായതും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷനെയും എന്തെന്ന് പറയുന്നുണ്ട്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എന്നാലും എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആകുന്നില്ലേ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. തേർഡ് നോക്കാം കേട്ടോ. മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് by an organization of its exchange relations with its various markets. അല്ലെ, വേരിയസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള വിപണികൾ അല്ലെ, മാർക്കറ്റ്സ് ഉണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനിമയ ബന്ധങ്ങൾ അല്ലെ. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ഓർഗനൈസേഷനിലേക്ക് കൈമാറുന്ന ഒരു എക്സ്ചേഞ്ച് റിലേഷനെയും നമ്മൾ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതിലെന്താണ്? മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം കേട്ടോ. ഇതില് ഉദ്ദേശിക്കുന്നത് നോക്കി, എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതാണ് തേർഡ് ഡെഫിനിഷൻ. ഇനി എക്സാമ്പിൾ നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് എടുക്കാം, ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ കടകളിലേക്ക് വില കുറവിന് വേണ്ടിയിട്ട് അല്ലെ, വില കുറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? തുണിത്തരങ്ങള് അവിടുത്തെ ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റിംഗ് ചെയ്യാനല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വലിയ ഓർഗനൈസേഷനിൽ നിന്നും ചെറിയ കടകളിലേക്ക് നടത്തുന്ന എക്സ്ചേഞ്ച് റിലേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് റിലേഷനെയും മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. വലിയ കടകളിൽ നിന്ന് ചെറിയ കടകളിലേക്ക്, ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് വിചാരിക്കുക കേട്ടോ. വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് തുണിത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് എന്തിനു വേണ്ടിയിട്ട്? മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ വലിയ കടകളിൽ നിന്ന് ചെറിയ കടകളിലേക്ക് തുണിത്തരങ്ങൾ കൊണ്ടുപോകുന്ന ആ എക്സ്ചേഞ്ച് റിലേഷനെ, വിനിമയ ബന്ധങ്ങളെ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ
തേർഡ് ഡെഫിനിഷൻ കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ 3 രീതിയിലുള്ള ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? എന്താണ്? നിർമ്മാതാവിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഫ്ലോ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റി ആണ് എന്ത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്താണ് പറഞ്ഞത്? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായതും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? മാർക്കറ്റിംഗ്. ഇനി എന്താ പറഞ്ഞത്? നമ്മള് ചെറിയ അല്ലെ ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങളെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ 3 കാര്യങ്ങളും? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? തേർഡും ഫോർത്തും മൊഡ്യൂൾ ഇത്തിരി ടഫ് ആണ്. ഫസ്റ്റും സെക്കൻഡും പോലെയല്ല. അപ്പൊ നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കണം. എടുക്കുന്ന കാര്യങ്ങള് അന്നൊന്നും തന്നെ വായിച്ച് പഠിക്കണം. കിട്ടില്ല കേട്ടാ. ഓക്കെ, ഇനി നോക്കിയേ, ക്ലിയർ ആണോ 3 കാര്യങ്ങളും മിസ് പറഞ്ഞത്? ഇനി പറയണോ എന്തെങ്കിലും ഡെഫിനിഷൻ? ഏതെങ്കിലും നെക്സ്റ്റ് പറഞ്ഞോട്ടെ? നോക്കാട്ടോ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ, അല്ല സോറി, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ കേട്ടോ. മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽസ് ഇൻ ഫണ്ടമെന്റലി the same as that of any business organization. Fundamentally എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റലി അടിസ്ഥാനപരമായി അല്ലെ, ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കേസ് എടുത്താലും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഉദ്ദേശം? സെയിം ആണെന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ഹോസ്പിറ്റൽ എടുത്താലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാല് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കാം അതിന്റെ സെയിം ഉദ്ദേശം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വെരി ഗുഡ് പ്രോഫിറ്റ് അല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലായാലും എന്താണ്, രോഗികൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരുടെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കാം? പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് എന്ത്? ബിസിനസ് ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള എയിമിലൂടെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി നോക്കിയേ, ബട്ട് മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ്? പ്രമോഷൻ ആണല്ലേ. ഓരോ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് ടെലിവിഷനിലൊക്കെ ആഡുകള്, പല ഹോസ്പിറ്റലിലെയും ആഡുകള്, അതുപോലെ തന്നെ കണ്ണടകള്, അതിന്റെയൊക്കെ ആഡ്സ്, പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയറിലായാലും എന്താണ്, പഴയ രീതികളൊക്കെ മാറി ഇപ്പൊ മോഡേൺ രീതിയായി ആളുകളിലേക്ക് അതിന്റെ അവരുടെ പുതിയ പ്രൊഡക്റ്റ് എന്താണ്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പുതിയ സർവീസ് എന്താണ് എന്ന് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഏത് രീതിയിലൂടെയാണ്? പ്രമോഷനിലൂടെയാണ്. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താണ്? പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഡ്സുകൾ അല്ലെ, ലോഞ്ചിങ് അല്ലെങ്കിൽ എന്താണ് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാറില്ലേ ടെലിവിഷനിൽ? ഓക്കെ, അപ്പൊ അതുപോലെയുള്ള പ്രമോഷനുകൾ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താണ് മിസ്കൺസെപ്ഷൻ? എന്തായിരിക്കാം മിസ്കൺസെപ്ഷൻ? എന്താ മിസ്കൺസെപ്ഷൻ? തെറ്റിദ്ധാരണ അല്ലെ, തെറ്റിദ്ധാരണ. തെറ്റായ ഉപയോഗം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഈസ്
ജസ്റ്റ് സെല്ലിംഗ്. അപ്പൊ എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് സെല്ലിംഗ് ആണ്, വിൽക്കുന്നതാണ് അല്ലെ, സെല്ലിംഗ് ആണെന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റിദ്ധാരണയാണെന്നാണ് ഇവര് പറയുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താ പറയുന്നത്? സെല്ലിംഗ് എന്ന് പറഞ്ഞാല് മാർക്കറ്റിംഗിൽ കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഫങ്ഷൻ ആണ് സെല്ലിംഗ് എന്ന് പറഞ്ഞാല്. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നോക്കേ, ലൈക്ക് നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മാർക്കറ്റിംഗിന്റെ കുറെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ആവശ്യങ്ങള് അസസ് ചെയ്യുക അല്ലെ, ആവശ്യങ്ങള് വിലയിരുത്തുക, അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് അല്ലെ, മാർക്കറ്റിംഗ് ഗവേഷണമുണ്ട്. അത് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ മാർക്കറ്റിംഗ് ഗവേഷണം ഉണ്ട്. അതുപോലെ എന്താണ്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ, പ്രൊഡക്റ്റിന്റെ വികസനം, പ്രൈസിംഗ് വില നിർണ്ണയിക്കല്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് എന്ത്? സെവറൽ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ചോദിക്കാം നിങ്ങളോട്, എന്താണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ്? എന്തൊക്കെ എഴുതും നിങ്ങള്? ഓപ്ഷനിൽ ഉണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിച്ച് എഴുതണം. നീഡ് അസസ്മെന്റ് ഉണ്ട്, അടിയിൽ വരച്ചു വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗിന്റെ പ്രഥമമായ ലക്ഷ്യം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മേക്കിംഗ് സെല്ലിംഗ് സർപ്ലസ്, വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്നതാണ് മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട എയിം. അപ്പോ വിൽപ്പനയെ വർദ്ധിപ്പിക്കുക അല്ലെ. എന്താണ് വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല്? സാധനങ്ങള് വിറ്റ് അല്ലെ, വിൽപ്പനയെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എന്താ കിട്ടാ? പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ. മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ പ്രൊഡക്റ്റും ഓരോ പ്രൊഡ്യൂസർ മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ പാരഗ്രാഫ്? എന്താ പറഞ്ഞത്? ഇവിടെ എന്താണ്? ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലേ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് പറഞ്ഞത്. അതെന്താണ്? തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗില് സെല്ലിംഗ് എന്ന് പറഞ്ഞാല് കുറെ ഫങ്ഷനില് ഒരു ഫങ്ഷൻ ആണ് സെല്ലിംഗ്. ഈ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നീഡ് അസസ്മെന്റ് ഉണ്ട്, മാർക്കറ്റ് റിസർച്ച് ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കിംഗ് സെല്ലിംഗ് സർപ്ലസ്, സെല്ലിംഗ് അല്ലെങ്കിൽ എന്താണ്? വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? അത് മനസ്സിലായോ? ഡെഫിനിഷനും 3 ഡെഫിനിഷനും അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ ഫങ്ഷനും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നോക്കിയേ, നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ ആണോ ആ പാരഗ്രാഫ്? ക്ലിയർ ആയോ? മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്. നോക്കി, ഇനി നെക്സ്റ്റ് നോക്കട്ടോ. ക്വാളിറ്റി എലോങ് ഇസ് നോട്ട് ഇനഫ്. എന്താ പറയുന്നത്? ക്വാളിറ്റിയിൽ മാത്രമല്ല പ്രാധാന്യം നൽകേണ്ടത്. ഇതിലൊക്കെയാണ് നോക്കിയേ, 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ ഓഫ് പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനീസ് കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർസ്പെക്റ്റീവ്ലി engineered മൗസ് ട്രാപ്പ്. എന്താണ് മൗസ് ട്രാപ്പ്? എന്താണ് മൗസ് ട്രാപ്പ്? മൗസ് ട്രാപ്പ് എന്താ? കെണി അല്ലേ. കെണി, എലിക്കെണി കേട്ടിട്ടുണ്ടോ നിങ്ങള്? എലിക്കെണി, എലിയെ പിടിക്കാനായിട്ട് നമ്മൾ കെണി വെക്കില്ലേ, അതിനെയാണ് എലിക്കെണി എന്ന് പറയുന്നത് കേട്ടാ. മൗസ് ട്രാപ്പ്. Mousetrap, high cost,
ഹൈ ക്വാളിറ്റി നോ സെയിൽ. രണ്ട് നോ സെയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു നോ സെയിൽ വെക്കണം കേട്ടോ, വെട്ടി കളയാം. നോ സെയിൽ. ഫെയിൽ ടു ഇഫക്റ്റീവ്ലി മാർക്കറ്റ്. എന്താ പറയുന്നത് ഇവിടെ? പൈനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി എന്ത് നിർമ്മിച്ചു? പെർഫെക്റ്റ് ആയിട്ട് ഒരു എലിക്കെണി നിർമ്മിച്ചു. അതിനെന്തായിരുന്നു അവർ കൊടുത്തിരുന്നത്? ഹൈ കോസ്റ്റില് ഹൈ ക്വാളിറ്റിയാണ് അവർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റോട് കൂടിയിട്ടാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് അവർ ഇറക്കിയത്. അപ്പോ മാർക്കറ്റിലോട്ട് ഇറക്കിയപ്പോ എന്താ ചെയ്തത്? അവിടെ സെയിൽ നടന്നോ? സെയിൽ നടന്നോ? അവിടെ സെയിൽ ഉണ്ടായില്ല അല്ലെ? എന്തായിരിക്കാം കാരണം? പറയാൻ പറ്റോ? ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുമാണ്. കോസ്റ്റ് അല്ലെ? ഹൈ കോസ്റ്റിലാണ് അവര് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത് അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്, സാധാരണക്കാർക്ക് അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാതിരുന്നത്? സെയില് നടക്കാതിരുന്നത്. അപ്പോ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ ഒരു റീസണബിൾ പ്രൈസിൽ വേണം ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് അവരിറക്കിയ ആ എലിക്കെണി, മൗസ് ട്രാപ്പ് മാർക്കറ്റില് ഫെയിലായി പോയത്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട് ഇവിടെ? ക്വാളിറ്റിയിൽ മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റില് ഇറക്കാനായിട്ട് പാടില്ല. ഇനി എന്തുകൂടി വേണം? സാധാരണ ജനങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? അതാണ് ഫസ്റ്റ് എക്സാമ്പിളിൽ പറയുന്നത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ കേട്ടോ. A detailed understanding of consumer needs and requirements of vital to successful marketing. Example of Coca-Cola company gets rid of old Coke and introduced new Coke. എന്താ പറയുന്നത്? കൊക്കക്കോള കമ്പനി അല്ലെ? അവരെന്ത് ചെയ്തു? അവര് കൊക്കക്കോള നിർമ്മിച്ചു, അത് മാർക്കറ്റിൽ ഇറക്കി. ഫസ്റ്റ് ടൈമിൽ അവർ ഇറക്കിയത് എന്താണ്? അത് ഫെയിൽ ആയി പോയല്ലേ? പിന്നീട് എന്ത് ചെയ്തു? അവര് അതിന്റെ ലേബലിൽ വ്യത്യാസം വരുത്തി, അതിന്റെ കണ്ടന്റിൽ വ്യത്യാസം വരുത്തി, ബോട്ടിൽ വ്യത്യാസം വരുത്തി. എന്ത് ചെയ്തു? പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറക്കി. അപ്പൊ ഇവിടെ എന്താണ്? കൺസ്യൂമറിന്റെ ആവശ്യത്തിനനുസരിച്ച് കൺസ്യൂമറെ എങ്ങനെ ആ പ്രൊഡക്റ്റിലോട്ട് അട്രാക്ട് ചെയ്യാം എന്ന് നോക്കിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കിയത്. അപ്പൊ കൺസ്യൂമർ എന്ത് ചെയ്തു? ആ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് അത് വലിയ വിജയമായിട്ട് മാർക്കറ്റിൽ മാറിയല്ലേ? അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? കൺസ്യൂമറിന്റെ ആവശ്യം, കസ്റ്റമേഴ്സ് നീഡ്സ് എന്ന് കണ്ടില്ലേ? അവിടെ കസ്റ്റമേഴ്സ് നീഡ്സിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും, അവർക്ക് എന്താണോ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ റിക്വയർമെന്റ്സ് ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന റീസണബിൾ പ്രൈസിലും വേണം ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിലോട്ട് ഇറക്കാൻ. ക്ലിയർ ആയോ? അപ്പോ ഒരു സക്സസും ഒരു ഫെയിലിയറുമാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? അവരെന്തായിരുന്നു? ക്വാളിറ്റിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹൈ കോസ്റ്റിലാണ് അവര് എന്ത് ചെയ്തത്? മാർക്കറ്റിലോട്ട് പ്രൊഡക്റ്റ് ഇറക്കിയത്. കൊക്കക്കോള എന്ത് ചെയ്തു? ആദ്യം ഫെയിൽ ആയല്ലേ? അപ്പോ ഇനി എന്ത് ചെയ്യണം? കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രൊഡക്റ്റിലെ മാറ്റങ്ങൾ വരുത്തി അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ചു. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഇനി നോക്കി മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് ഗവേഷണം അല്ലെ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് പോണേ, മാർക്കറ്റില് ഇറക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മള് മാർക്കറ്റിലെ കുറിച്ച് ഗവേഷണം നടത്തണം. അതിനകത്താണ് ചില ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മാർക്കറ്റിലോട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. What do your customers want? എന്താണ് ഉദ്ദേശിക്കുന്നത്? What do your customers want? What do your customers want? What do your customers need? What do your customers require? What do your customers want? What do your customers need? What do your customers require? What do your customers want? What do your customers need? What do your customers require? What do your customers want? What do your customers need? What do your customers require? What do your customers want? What do your customers require? What do your customers want? What do your customers require? What do your customers want? What do your customers require? What do your customers want? What do your customers require? 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 What do your customers
എന്താണ് വാണ്ട് എന്ന് പറഞ്ഞാല് ആ അവർക്ക് എന്താണോ ആവശ്യം അല്ലെ, കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. അവർക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കണം. പിന്നെന്താണ് വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ, എന്താണ് എന്ത് വില കൊടുക്കാനാണ് അവര് അല്ലെങ്കിൽ എന്ത് വില കൊടുത്താണ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നത്, അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്ത് വില കൊടുക്കാനാണ് റെഡിയായി നിൽക്കുന്നത് അത് നോക്കണം. പ്രൈസിന്റെ കാര്യം നോക്കണം. ഇനി എന്താണ് where and when goods are required. where എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ, when എന്താണ് എപ്പോൾ അല്ലെ, എവിടെ എപ്പോഴാണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് അത് മനസ്സിലാക്കണം. പിന്നെന്താണ് മാർക്കറ്റിംഗ് begin before production come about, എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടില്ലേ പല പല ആഡ്സുകൾ അല്ലെ, പ്രമോഷനുകള്, കമ്മിങ് സൂൺ, ലോഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് നടത്തണം. എന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിലോട്ട് ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ്, പരസ്യങ്ങൾ കൊടുക്കാം, അങ്ങനെ കൺസ്യൂമേഴ്സിനെ അറിയിക്കണം എന്ത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഇനി എന്താണ് മാർക്കറ്റ് എൻഡ്സ് ഇൻ ഫെയിലിയർ when business is product oriented rather than customer oriented. മാർക്കറ്റിംഗില് ഒരു പ്രൊഡക്റ്റ് ഫെയിലിയർ ആവുന്നത് എങ്ങനെയായിരുന്നു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ? മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാ ഫെയിലിയർ ആവുന്നതെന്ന് ആ രണ്ട് എക്സാമ്പിൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എങ്ങനെയാവാം? ക്വാളിറ്റി അല്ലെ. അവരെന്ത് ചെയ്തു? ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? അവര് ലിക്വിഡി ഉണ്ടാക്കി, പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ എന്താണ് ഹൈ കോസ്റ്റ് അല്ലെ. പ്രൊഡക്റ്റിന് മാത്രം പ്രൊഡക്റ്റിന് പ്രാധാന്യം കൊടുക്കാതെ എന്ത് ചെയ്യണം? കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് വേണം ഓരോ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റും ഇറക്കാൻ. അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാല് മാർക്കറ്റിൽ അത് സക്സസ്ഫുൾ ആവോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണ്, അവർ എത്ര രൂപയാണ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ എവിടെ എപ്പോൾ ആവശ്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് നടത്തണം. അതെങ്ങനെയാണ്? പല പല ആഡ്സിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എന്റെ പ്രൊഡക്റ്റ് ഇതാണ് എന്ന് പറഞ്ഞ് ആഡ്സിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ എന്താണ് മാർക്കറ്റില് പ്രൊഡക്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റില് സക്സസ്ഫുൾ ആവില്ല. കസ്റ്റമേഴ്സ് ഓറിയന്റഡ് ആയിരിക്കണം. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്താണോ, വാണ്ട്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കസ്റ്റമേഴ്സിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൈസ് അല്ലെ, റീസണബിൾ പ്രൈസ്, അങ്ങനെയുള്ള പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് മാർക്കറ്റില് പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. ക്ലിയർ ആയോ മാർക്കറ്റ് റിസർച്ച്? ഇനി നെക്സ്റ്റ് നോക്കിയേ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? സ്ട്രാറ്റജീസ് എന്താ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്? സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ. ക്ലിയറായോ? തന്ത്രങ്ങൾ എന്താണ് സ്ട്രാറ്റജീസിനെ പറയുന്നത്? നോക്കി, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ് അല്ലെ. ഫലപ്രദമായ, ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായ
ഫലപ്രദമായ അല്ലെങ്കിൽ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ് ആരംഭിക്കുന്നത്? ആരിൽ നിന്നാണ്? Effective marketing begins with consumers. അല്ലെ? ഫലപ്രദമായ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. Once the target segment of consumers is identified and their requirements evaluated, working out strategies is the next step. അപ്പോ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സ് ഐഡന്റിഫൈ, കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? their requirements evaluated, അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് വിലയിരുത്തണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങള് മെനഞ്ഞെടുക്കണം. 3 സ്റ്റെപ്പാണ് ഇതിൽ പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസില്. ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗില് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? ഇപ്പൊ ഒരു എന്താ ഫേസ് ക്രീം കൂടുതൽ ആരാ യൂസ് ചെയ്യാം? സൺസ്ക്രീം ആണെങ്കിലോ? സൺസ്ക്രീം ഒക്കെ ആണെങ്കിൽ ആരാ യൂസ് ചെയ്യാം കൂടുതലും? വുമൻസ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ആ കൺസ്യൂമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഏത് ഫ്ലേവറാണ് അല്ലെങ്കിൽ ഏത് കളറാണ്, അങ്ങനെയുള്ള ഏത് കണ്ടന്റ് ആണ് അവർക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കണം. അവരുടെ ആവശ്യങ്ങള് മനസ്സിലാക്കി ആദ്യം കൺസ്യൂമറെ സെലക്ട് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അതിനി മാർക്കറ്റിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ക്ലിയർ ആയോ? 3 സ്റ്റെപ്പും മനസ്സിലായോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്ലിയർ ആയോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് തുടങ്ങുന്നത് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. ഇപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ, സൺസ്ക്രീം എടുക്കുമ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വുമൻസ് ആണെന്ന് അറിയാം. അപ്പോ ആദ്യം നമ്മുടെ കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തി. ഇനി അതിനുശേഷം മാർക്കറ്റിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ്? അവിടെ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? പിക്ചർ എന്താ? പിക്ചറിൽ പറഞ്ഞത് കാണുന്നത് എന്താ? എന്താണ് ആ പിക്ചറില്? 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ 4 P's ആണ് കൊടുത്തിരിക്കുന്നത്. 4 P's എന്ന് ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ വരാം. 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും തന്നിട്ട് ഇതെന്താണ് അല്ലെ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? 4 P's ആണ് മാർക്കറ്റിംഗിന്റെ. 4 P'സിൽ ഒരെണ്ണമാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്. അതിനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയാ വരുന്നത്? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്, പ്ലേസ് ഉണ്ട്. ക്ലിയർ ആയോ? 4 P മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താണ് 4 P's ഓഫ് മാർക്കറ്റിംഗിൽ എന്തൊക്കെ വരും? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്. ഇനി എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്? പ്രൊഡക്റ്റ് എന്താ? കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തിനെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറഞ്ഞു തരാം കേട്ടോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. എന്താണ്? കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്, കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് എഴുതിയെടുക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറഞ്ഞത്? ഓക്കെ. കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന
ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? കിട്ടിയോ? എഴുതിയോ എല്ലാവരും? ഓക്കെ. ഇനി പ്രൈസ് എന്താണ്? പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ. നമ്മള് വാങ്ങിക്കുന്ന ആ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന വില അല്ലേ? കോസ്റ്റ് അല്ലെങ്കിൽ വില എന്ന് പറയാം അല്ലെ. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന വിലയാണ് പ്രൈസ്. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വില, അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വില. ഇനി നെക്സ്റ്റ് ആണ് പ്ലേസ്. പ്ലേസ് എന്താണ്? കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാവാം. അല്ലെങ്കിൽ എന്താണ്? സെയില് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാവാം. അതിനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാവാം. അല്ലെങ്കിൽ എന്താ? സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ പ്ലേസ് ആവാം. ഓക്കെ, കിട്ടിയില്ലേ രണ്ടെണ്ണോ? കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാകാം, അല്ലെങ്കിൽ സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലമാകാം. ഇനി എന്താ പ്രമോഷൻ? പ്രമോഷൻ എന്താ? പ്രമോഷൻ എന്താണ്? പ്രചരിപ്പിക്കുക അല്ലെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രമോട്ട് ചെയ്യുന്നത് ആഡ്സ്. നമ്മളെന്താണ്? ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ആദ്യം ബിസിനസ് തുടങ്ങുന്നതിന് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം അല്ലെ. എങ്ങനെ എത്തിക്കാം? ആഡ്സ് വഴി അല്ലെ. ആഡ്സ് വഴി എത്തിക്കുന്നു. അതാണ് പ്രമോഷൻ, പ്രചരിപ്പിക്കുക. ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ്സ് വഴി പലതിലേക്കും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഡ്സ് വഴിയാണ് ഓരോ പ്രൊഡക്റ്റിനെയും ആഡ്സുകള് പ്രചരിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ ഭാഷയിലേക്ക് ഇട്ടോളൂ കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. പ്രമോഷൻ എന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. ആരൊക്കെ തമ്മിലുള്ള ലിങ്കാണ്? അറിയാൻ പറ്റോ? പ്രമോഷൻ എന്ന് പറഞ്ഞാല് രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. അറിയാൻ പറ്റോ ആരൊക്കെ തമ്മിലാണെന്ന്? വെരി ഗുഡ്. കസ്റ്റമറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ എന്താണ്? മാനുഫാക്ചറർ പറയാം കേട്ടോ. കസ്റ്റമറും പ്രൊഡ്യൂസറും തമ്മിലുള്ള അല്ലെങ്കിൽ കമ്പനി ആരാണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അയാളെ പ്രൊഡ്യൂസർ എന്ന് പറയാം. പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. 4 പോയിന്റ് ക്ലിയർ ആയോ? 4 P's ഓഫ് മാർക്കറ്റിംഗ് ഓക്കെ ആണോ? എന്താണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്, പ്ലേസ് ഉണ്ട്. പ്രമോഷൻ എന്താണ്? കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. പ്രൈസ് എന്നാൽ എന്താ പറഞ്ഞത്? നമ്മള് ആ സാധനം ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വിലയിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്ലേസ് എന്താ പറഞ്ഞത്? കസ്റ്റമേഴ്സ് എവിടെയാണോ ഉള്ളത് ആ പ്ലേസ് ആവാം, അല്ലെങ്കിൽ സെയിൽ എവിടെയാണോ നടക്കുന്നത് ആ പ്ലേസ് ആവാം. ഇനി പ്രമോഷൻ എന്താണ്? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നതിന് മുൻപ് നമ്മൾ ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അത് ആഡ്സ് വഴിയാണ് പ്രചരിപ്പിക്കുന്നത്. അതിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. ആരൊക്കെയാണ്? പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
മനസ്സിലായോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് 4 സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ 4 പികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ നമ്മൾ പഠിക്കൂട്ടെ. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പേസ് എന്നും കൂടി പറയുന്നുണ്ട്. അവിടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ പ്രമോഷൻസ് നമ്മൾ പഠിച്ചു മാർക്കറ്റിംഗിന്റെ 4 പീസ്. അപ്പൊ അതിന്റെ ആ പീകൾ വെച്ച് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. 4 സ്ട്രാറ്റജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. എന്താണ്? മാർക്കറ്റിംഗ് മിക്സ്. The mixing of the 4 strategies for a successful marketing program and for the contentment of an chosen consumer segment is called marketing mix. കൺസ്യൂമറിനെ പറയുന്നത് കസ്റ്റമർ, യൂസർ എന്ന് പറയാട്ടോ. 3 പേരിലും പറയുന്നുണ്ട്. ചിലപ്പോ ഇനി വേറെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോ കൺസ്യൂമർ എന്നായിരിക്കില്ല, കസ്റ്റമർ എന്നായിരിക്കും വേറെ സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 പേരിലും കൺസ്യൂമറെ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യം പറഞ്ഞതാണ് മിസ്, ഡെഫിനിഷൻ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. എന്താണ്? ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. നമ്മൾ കണ്ടില്ലേ ഇവിടെ മിക്സിംഗ്? എന്തൊക്കെ സ്ട്രാറ്റജീസ് കണ്ടത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കണ്ടു, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി പഠിച്ചു, പ്രമോഷൻ സ്ട്രാറ്റജി പറഞ്ഞു, പ്രൈസിംഗ് സ്ട്രാറ്റജി പറഞ്ഞു. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാണ് കേട്ടോ. അടിയിലൊന്ന് വരച്ചു വെക്കാം. The mixing of 4 strategies called marketing mix. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി എന്താണ് നോക്കിയേ, കസ്റ്റമേഴ്സ് അല്ലേ? കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിനുമായിട്ട്, അതുപോലെ അവരുടെ നല്ല രീതിയിലുള്ള മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 4 സ്ട്രാറ്റജീസ് മിക്സ് ചെയ്യുന്നു. അതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല്? ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. നമ്മളിപ്പോ ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോ ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ ആ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 4 സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിലോട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അങ്ങനെയുള്ള ആ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ക്ലിയർ ആയി? ഓക്കെ ഓക്കെ, മിസ് എന്നാ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യണേണ്. ഇത്രയും വരെ എനിക്ക് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പോ മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനിഷനും ഒന്ന് വായിച്ചു വെക്കണം. അതുപോലെ ഓക്കെ, അതുപോലെ എന്താണ് സെവറൽ ഫങ്ഷൻസ് പഠിച്ചു വെക്കാം. അതുപോലെ നെക്സ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞത് നോക്കുക കേട്ടോ, നോക്കാം. അതുപോലെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് നോക്കണം, സ്ട്രാറ്റജീസ് നോക്കണം. നമ്മൾ 4 സ്ട്രാറ്റജീസ് പറഞ്ഞു, ഇത് നോക്കാം. ഇനി മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ, അതും കൂടി ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. കിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇനി ക്ലിയർ ആയില്ലേ ഇത്രയും ഭാഗങ്ങള്?
ബുധനാഴ്ച വരുമ്പോ പഠിച്ചിട്ട് വന്നോട്ടോ. താങ്ക് യു.